ഹലോ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഇത് ഒരു പാർട്ടികളിലൊക്കെ ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പൊട്ടറ്റോസ് കട്ട് ചെയ്ത്, അതായത് സ്ലൈസായിട്ട് എടുക്കുക. നല്ല നേരിയ ടൈപ്പിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ചിക്കനിലേക്ക് കുറച്ച് ടിക്ക മസാല 1 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം സോയാ സോസൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അടുത്തായിട്ടൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മുക്കിയെടുക്കാനുള്ളതാണ്. അതായത് ആ പൊട്ടറ്റോസ് ഇതിലൊന്ന് മുക്കിയിട്ട് എടുക്കണം. അതിനുള്ള ഒരു മിക്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അളവിൽ ഇങ്ങനെ ഇതേ ഒരു പാകത്തിൽ വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഓരോ പൊട്ടറ്റോസും മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളെ കയ്യിൽ കുറച്ച് ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ, അല്ല ടൂത്ത് പിക്കില്ലെങ്കിൽ കുറച്ച് ഈർക്കിലുണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഒരു പീസ് എടുത്ത് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് ഇതിങ്ങനെ അപ്പുറത്തുനിന്ന് കുത്തിയിട്ട് ഇപ്പുറം വരെ എത്തിക്കുക. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാദ്യമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെന്നും ഇത് ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്കൊക്കെ. കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. സ്റ്റാർട്ടറൊക്കെ ആയിട്ട് നമുക്കിത് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുകയും ചെയ്യും. അതായത് അതിൻ്റെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻറ്റ്. ഒരുപാട് പ്രോസസ്സൊന്നും ഇല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. വിചാരിക്കുന്ന കുറച്ച് ചിക്കനും കുറച്ച് ഉരുളക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്നാക്കി എടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഞാനിത് തേച്ച് മുഴുവനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കി എടുക്കുമ്പോൾ ഓവർ ചൂടിൽ വെക്കണ്ട, മീഡിയം ചൂടിൽ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. കാരണം ബോൺലെസ് ചിക്കനാണ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ എല്ല് വേണ്ട, എല്ലില്ലാത്ത ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്കിത് കഴിക്കാൻ എളുപ്പം ഉണ്ടാകുക. അല്ലാണ്ട് നമുക്കിത് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിനുള്ളിലൊക്കെ എല്ലുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലില്ലാത്ത ചിക്കൻ തന്നെ എടുക്കുക കേട്ടോ. ഒരു വശം ആയാലും മറ്റേ വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ കോൺഫ്ലവറിൽ ഡിപ്പാക്കിയതുകൊണ്ട് അതിലൊരു കോട്ടിങ് കൂടെ കിട്ടുന്നുണ്ട് ആ ഒരു പൊട്ടറ്റോക്ക്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.